ഈ സ്നേഹ ഭവനത്തിന്റെ ഡോക്യുമെന്റ് സ്വീകരിക്കുവാൻ ശ്രീ ഷാഫി ആൻഡ് ഫാമിലി is moving on to the stage. അവർക്കുള്ള സ്നേഹ ഭവനം നൽകുന്നത് സെയിന്റ് മേരീസ് സിറിയക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് കാനഡ മിസിസാവുക. അതിന്റെ പ്രതിനിധികൾ തയ്യാറായി നിൽക്കുക. ആദ്യമായി ഡോക്യുമെന്റ് സ്വീകരിക്കുവാൻ ഷാഫിയെയും കുടുംബത്തെയും ക്ഷണിക്കുന്നു. അത് നൽകുന്നത് മാത്യു സാറിന്റെ കുടുംബം തന്നെയാണ്. നല്ലൊരു കൈയടി നമുക്ക് നൽകാം. സെയിന്റ് മേരീസ് സിറിയക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് കാനഡ അതിന്റെ പ്രതിനിധികൾ വേദിയിലേക്ക് കടന്നു വരിക. ഈ താക്കോൽ നൽകുന്നത് അവരായിരിക്കും. ഒത്തിരി സ്നേഹത്തോടു കൂടി അവർ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സെയിന്റ് മേരീസ് സിറിയക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് കാനഡയുടെ അവർ വേദിയിലേക്ക് കടന്നു വരിക. അതോടൊപ്പം നമ്മുടെ മാത്യു സാർ വർക്ക് ചെയ്യുന്ന പാലയമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരും അതുമായി ബന്ധപ്പെട്ട ആളുകളും വേദിയിലേക്ക് കടന്നു വരണമെന്ന് സാറ് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും എത്രയും വേഗം വേദിയിലേക്ക് കടന്നു വരിക. വിവേകാനന്ദ പഠന കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അധ്യാപകന്മാർ വേദിയിലേക്ക് കടന്നു വരിക. ഷാഫിക്കയും കുടുംബവും ഈ താക്കോൽ സ്വീകരിക്കുകയാണ്. സെയിന്റ് മേരീസ് സിറിയക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് കാനഡ അതിന്റെ പ്രതിനിധികളാണ് ഈ താക്കോൽ നൽകുന്നത്. ടീച്ചേഴ്സ് വേദിയിലേക്ക് കടന്നു വരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ കൂടിയായിരിക്കും ഷാഫിക്കയും കുടുംബവും ഈ താക്കോൽ സ്വീകരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൽ സഹപ്രവർത്തകർക്ക് ഒത്തിരി റോൾ ഉണ്ടല്ലേ സാർ? തീർച്ചയായിട്ടും ഇവിടെ സഹപ്രവർത്തകരുടെ സാന്നിധ്യവും സപ്പോർട്ടും അത് ഇറ്റ് ഈസ് റിയലി ഇൻഎക്സ്പ്ലിക്കബിൾ. അത് വാക്കുകളിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. തീർച്ചയായിട്ടും അവരും ഈ സ്നേഹാദരവിന്റെ വേദിയിലേക്ക് കടന്നു വരികയാണ്. നല്ലൊരു കയ്യടി നൽകിക്കേ പാലയമാട് സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ഗുരുനാഥന്മാർക്ക്, അതിന്റെ പ്രതിനിധികൾക്ക് എല്ലാവർക്കും നല്ല ഒരു ക്ലാപ്പ് നമ്മൾ കൊടുക്കുകയാണ്. എന്തായാലും now it has become a sagacious stage. കുറച്ച് പേര് ഇവിടെ തൊടിയിൽ ഷാഫിയും കുടുംബവും വെട്ടുകത്തിക്കോട്ടയിൽ നിന്നും പുനരധിവാസം തേടിയിരിക്കുന്നത് ഈ സേവാഗ്രാമിലാണ്. തീർച്ചയായിട്ടും ഹാറ്റ്സ് ഓഫ് ടു ദ പീപ്പിൾ ഓഫ് സെയിന്റ് മേരീസ് സിറിയക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് കാനഡ. താക്കോൽ കൈമാറുന്നു. Put your hands together everyone. അതിന്റെ പ്രതിനിധികളെ രണ്ടു വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. ചർച്ചിന്റെ പ്രതിനിധികളെ. അതിനുശേഷം നമ്മൾ മെമന്റോ കൊടുക്കുന്നതായിരിക്കും. സ്നേഹമുള്ള എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ നമസ്കാരം. ഈ സ്നേഹഭവനം നൽകുവാൻ കാരണമായി തീർന്നത് എൻ്റെ സഹോദരി അംഗമായിരിക്കുന്ന കാനഡയിലുള്ളതായ സെൻറ്റ് മേരീസ് സിറിയക് ചർച്ചിലെ അംഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇപ്രകാരം ഒരു സംരംഭത്തിൽ പങ്കാളികളാകുവാൻ അവർക്ക് സാധിച്ചത്. എൻ്റെ സഹോദരി ഈ ദേശത്ത് മർത്തോമ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തുണ്ടായിരുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഗ്രൂപ്പിലൂടെ ഈ വിവരങ്ങൾ അവരുടെ സഹപാഠികൾ, സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ചൊക്കെയും പറയുകയും അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന അനേകർ ഇതിനകത്ത് വളരെയധികം പ്രയാസങ്ങൾ നേരിട്ടതിനെക്കുറിച്ച് കേൾക്കുകയും ചെയ്തപ്പോൾ ഇതിന് പ്രേരണ ലഭിക്കുകയും അവരുടെ ചർച്ചിൽ നടത്തിയ ഒരു ഫുഡ് ഫെസ്റ്റിലൂടെ ഇതിനു വേണ്ടതായ പണം സമാഹരിക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മാത്യു ജെ ഫിലിപ്പ് ഇപ്രകാരം 4 ഭവനങ്ങൾക്കുള്ള സ്ഥലം നൽകുന്നു എന്നറിയുകയും ഒരവസരം നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ അതിനെ അനുവദിക്കുകയും ചെയ്യുകയുണ്ടായി. അതിന് ഇപ്രകാരം ഒരു ഭവനത്തിന് സന്തോഷകരമായി താമസിക്കുവാനുള്ള ഒരിടം ലഭിക്കുവാൻ ദൈവം കാരണഭൂതനാക്കി തീർത്തു. അതിൽ ഓരോരുത്തർക്കും അവസരം നൽകി കൊടുത്തു. കാനഡയിലുള്ള ആ സുമനസ്സുകളോടുള്ള എല്ലാ അനുമോദനങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് അവസരം നൽകി തന്ന മാത്യു ജെ ഫിലിപ്പിനോടും കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും അറിയിക്കുന്നു.
ഇതിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത് മാത്യു ജെയിംസ് ഫിലിപ്പ് എന്നത് എൻ്റെ ഭാര്യയുടെ സഹോദരനാണ്. ഈ വീട് നൽകി കൊടുക്കുന്നത് എൻ്റെ സഹോദരി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഭവനത്തിൽ അവർ സന്തോഷമായി താമസിക്കുവാൻ ഇടയാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരു വിദേശ രാജ്യത്തിന്റെ പൊൻകര സ്പർശം കൂടി നമ്മുടെ ഈ മുണ്ടപ്പാടത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഒത്തിരി ഒത്തിരി സന്തോഷമാണ്. മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മെമന്റോ നമുക്ക് അവർക്ക് നൽകേണ്ടതുണ്ട്. കുര്യാക്കോസ് ചേട്ടനായിരിക്കും ആ മെമന്റോ നൽകാനായിട്ട് വേദിയിലേക്ക് കടന്നു വരുന്നത്. സെയിന്റ് മേരി സിറിയക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് കാനഡ ആ പ്രതിനിധികൾക്ക് മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മുണ്ടപ്പാടത്തിന്റെ സ്നേഹോപഹാരം കുര്യാക്കോസ് ചേട്ടൻ ക്ലബിനെ പ്രതിനിധീകരിച്ച് നൽകുകയാണ്. നല്ലൊരു കൈയടി നമുക്ക് നൽകാം. അതോടൊപ്പം ലോജിക് സാംസ്കാരിക കേന്ദ്രം കുന്നത്ത് ചുങ്കത്തറ അതിന്റെ പ്രതിനിധിയായി വീണ്ടും ഗിരീഷ് കുമാർ അതിന്റെ പ്രസിഡന്റ് ആണ് അവർക്കുള്ള സ്നേഹോപഹാരം നൽകുന്നത്. ഒരു മെമന്റോ ആയിട്ട് ഫ്രം ദ ബോട്ടം ഓഫ് ദെയർ ഹാർട്ട്സ് വിത്ത് സിൻസിയർ ഫീലിംഗ്സ് നൽകുന്നത്. നല്ലൊരു കൈയടി കൊടുത്തേ. എല്ലാരും കൈയടിച്ച് ക്ഷീണിച്ചോ? 2 വാക്ക് സംസാരിക്കാനായി ഷാഫിക്കെ ക്ഷണിക്കുന്നു. ഷാഫിയുടെ ഫാദർ. നല്ലവരായ നാട്ടുകാരെ, സാറിനും മറ്റ് ക്ലബുകാർക്കും ഇത് എന്നും നന്ദി ഉറങ്ങാൻ കിടക്കുമ്പോൾ സാറിന്റെ മനസ്സ് പുറത്ത് ദീർഘമായ ഒരു സന്തോഷം തന്നെയാണ്. സ്വപ്നം കണ്ടാൽ പോലും കിട്ടാത്ത ഈ ഒരു നല്ലൊരു സന്ദർഭം തന്ന ഈ സാറ് എന്നും മനസ്സിൽ വിട്ടുമാറാത്ത ഒരു ഭാരമാണ്. സാറും കുടുംബവും മറ്റെല്ലാം ആരെല്ലാം സഹകരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമസ്കാരം. പാലക്കാട് സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ സംസാരിക്കണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. 2 വാക്ക് ടീച്ചർ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുപാട് അഭിമാനത്തോടു കൂടിയാണ് ഈ വേദി ഞങ്ങളൊക്കെ പങ്കിടുന്നത്. ഞങ്ങളുടെ ഏത് പ്രവർത്തനത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇപ്പൊ ഈ 2ാമത്തെ വർഷം പ്രളയം നമ്മളെ വിഴുങ്ങിയപ്പോഴും ആദ്യത്തെ വർഷവും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങ് തിരുവല്ല ചങ്ങനാശ്ശേരിക്കൊക്കെ അന്നത്തെ പ്രളയത്തില് അധ്യാപകരെ സംഘടിപ്പിച്ച് 2 വണ്ടി സാധനങ്ങൾ, അവശ്യ സാധനങ്ങൾ നമ്മളുടെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നതിനും മറ്റേത് പ്രവർത്തനത്തിലും സ്കൂളിലെ ഏത് പ്രവർത്തനത്തിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അധ്യാപകൻ തന്നെയാണ് മാത്യു സാർ. ഇത് സ്വപ്നം കാണാൻ പറ്റാത്ത ഏതൊരു സാധാരണക്കാരനും മനസ്സ് വെച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ ഈ 4 വീടുകളും നിൽക്കുമ്പോൾ സഹപ്രവർത്തകരായ ഞങ്ങൾക്ക് അഭിമാനമാണ്, അതിലേറെ സന്തോഷമാണ്. ഇങ്ങനെ ഒരു സഹപ്രവർത്തകൻ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഏത് പ്രതിസന്ധിയെയും ഞങ്ങൾക്ക് സന്തോഷപൂർവ്വം തരണം ചെയ്യാമെന്നുള്ള ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അത് അദ്ദേഹം മുൻപന്തിയിൽ തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. മാത്രമല്ല, ഇത് ഇവിടെ കൂടി നിൽക്കുന്ന പലരിലും നല്ലൊരു പാഠം കൂടിയാണ്. താങ്ങാവേണ്ട അവസരങ്ങളിൽ താങ്ങാകുവാനും സഹായത്തിനായി ഒരു കൈ നീട്ടുവാനും ഒക്കെ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവുന്ന ഈ അധ്യാപകൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ കുഞ്ഞു തലമുറകൾ മാത്രമല്ല, ഇവിടുത്തെ യുവത്വം എന്ന് പറയുന്നത് എല്ലാവരും പറയും നന്മയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതൊക്കെ. പക്ഷെ യുവത്വങ്ങളും നമ്മൾക്ക് മാതൃകയായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ മുഹൂർത്തത്തിൽ എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ നിസ്സാരമായ ഈ ജീവിതം കൊണ്ട് അന്യജീവിതത്തിന് ഉതകി ജീവിക്കുക, അങ്ങനെയാണ് വിവേകികൾ ചെയ്യാറുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഏറ്റവും വിവേകമുള്ള ഒരു വ്യക്തിയുടെ സഹപ്രവർത്തകയാകാൻ ഭാഗ്യം ലഭിച്ചതിൽ ഏറ്റവും അധികം അഭിമാനിക്കുന്നു. മാത്രമല്ല, ഇന്ന് ഈ വേദിയുടെ താക്കോൽദാനം നിർവഹിച്ച വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ശിഷ്യനും കൂടിയാണ്. അതും ഏറെ സന്തോഷം നൽകുന്നുണ്ട്. ഏതായാലും ഈ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരും എന്നും കടപ്പെട്ടവരായിരിക്കും. മാത്രമല്ല, ഇതുപോലെ ഒരു അവസരം വരുമ്പോൾ അല്ലെങ്കിൽ കൈത്താങ്ങാകേണ്ട ഇടങ്ങളിൽ കൈത്താങ്ങാകാൻ അവരും മുമ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. ഏതായാലും ഈ ഒരു നിറഞ്ഞ സന്ധ്യയിൽ ഏറെ സന്തോഷപൂർവ്വം എല്ലാവിധ ആശംസകളും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് അധ്യാപകന് നൽകുന്നു. നന്ദി. നമ്മൾ ടീച്ചേഴ്സ് ദയവായി സ്റ്റേ ബാക്ക് ചെയ്യുക, അല്ലാത്തവർക്ക് തിരിച്ചു പോകാവുന്നതാണ്. ടീച്ചേഴ്സ് പോകരുത്, സ്കൂളിലെ പ്രതിനിധികൾ അവിടെ നിൽക്കണം. നമുക്ക് 2-3 പേരെ കൂടി ആദരിക്കാനുണ്ട്. വേണു സാർ അവിടെ നിൽപ്പുണ്ട്. സാറെ കയറി വാ.
ഒരു മിനിറ്റ്, നമ്മുടെ മാത്യു സാറിന്റെ കുടുംബത്തിന്റെ ഒരു മെമന്റോ കൂടി കൊടുക്കാനുണ്ട്, അതും കൂടി നമ്മൾ കൊടുക്കുകയാണ്. താങ്ക് യു ഫോർ റിമൈൻഡിങ്. നല്ലൊരു കൈയടി കൊടുക്കാം. ഷാഫിയും കുടുംബവും ആ ഒരു മെമന്റോ കൂടി സ്വീകരിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു ഫോർ ജോയിനിങ് അസ്. വേണു സാറ് വേദിയിലേക്ക് കടന്നു വരുന്നു. ഇനി ഏതെങ്കിലും സ്കൂളിലെ ടീച്ചേഴ്സ് അവിടെ എവിടെയായി നിൽക്കുന്നുണ്ടെങ്കിൽ ദയവായി വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഏതാനും പേരെ കൂടി ആദരിച്ചതിന് ശേഷം നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ ഈ ഒരു ഇനാഗുറൽ സെറിമണി ഇവിടെ അവസാനിക്കുകയും നമ്മൾ കലാസന്ധിയിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ്. തീർച്ചയായും മനോഹരമായ ഈ 4 ഭവനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ശില്പിക്ക്, ഒരു എഞ്ചിനീയർക്ക് ഏറ്റവും വലിയ റോള് തന്നെയുണ്ട്. താജ്മഹൽ ആദ്യമായി ജനിച്ചത് ഒരു ശില്പിയുടെ മനസ്സിലാണെങ്കിൽ ഈ ഭവനങ്ങൾ മനസ്സിൽ ജനിക്കുകയും അതിനുവേണ്ടി അക്ഷീണം യാതൊരുവിധ ലാഭേച്ഛയും കൂടാതെ വർദ്ധിക്കുകയും ചെയ്ത നമ്മുടെ എഞ്ചിനീയർ അബ്ദുൽ ഖാദർ, ശ്രീ അബ്ദുൽ ഖാദറിനെ അദ്ദേഹം സൺഷൈൻ ബിൽഡേഴ്സ് നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ആ സ്ഥാപനത്തിന് നമ്മുടെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഒരു മെമന്റോ അദ്ദേഹത്തിന് നൽകുകയാണ്. നല്ലൊരു കൈയടി കൊടുത്തേ. ഒരു എഞ്ചിനീയറുടെ കരവിരുതാണ് തീർച്ചയായിട്ടും ഓരോ ശില്പത്തിന്റെയും ഓരോ നിർമ്മിതിയുടെയും പിന്നിൽ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ ആദരവ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ സർവേ നടപടികൾ നമുക്കായി താങ്ക് യു ശ്രീ അബ്ദുൽ ഖാദർ. ഇതിന്റെ സർവേ നടപടികൾ നമുക്ക്